മൂലം തിരുനാൾ രാമവർമ്മ വലിയ രാജ. കേരളം ജാതിമേൽക്കോയ്മയുടെ കടുംകെട്ടിൽപ്പെട്ടിരുന്ന കാലത്താണ് മൂലം തിരുനാൾ രാമവർമ്മ വലിയ രാജ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹം മഹാനായ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. ജാതീയവും സാമ്പത്തികവുമായ എല്ലാത്തരം വേർതിരിവുകൾക്കും എതിരായിരുന്നു അദ്ദേഹം. പട്ടികജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് അദ്ദേഹം വിദ്യാഭ്യാസ സൗകര്യമൊരുക്കി. ഗാന്ധിജി ഹരിജനങ്ങളെന്ന് വിളിച്ച ദളിതർക്കായി ഒരു വിദ്യാലയം അദ്ദേഹം ആരംഭിച്ചു. തൻ്റെ വീട്ടിൽ തന്നെ അവർക്ക് പഠിക്കാൻ അവസരമൊരുക്കി. സവർണരും സമ്പന്നരും അടിമകളെപ്പോലെ കണക്കാക്കി ദൂരത്തു ഭക്ഷണം വിളമ്പിക്കൊടുത്തിരുന്ന അധസ്ഥിതരെ ഒപ്പമിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു അദ്ദേഹം. ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ കഠിനമായി പരിശ്രമിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ദർശനങ്ങളിൽ ആകൃഷ്ടനായിരുന്നു അദ്ദേഹം. ഇവർ രണ്ടുപേരെയും നേരിൽ കാണുകയും ചെയ്തിരുന്നു. 1955 അദ്ദേഹം നിര്യാതനായി. മൂലം തിരുനാൾ രാമവർമ്മ വലിയ രാജ എണ്ണക്കാട് കൊട്ടാരത്തിലെ ആയിരുന്നു. അന്നത്തെ കീഴ്വഴക്കമനുസരിച്ച് കുടുംബത്തിലെ മൂത്തയാൾക്ക് നായർ വിവാഹമാകാം. അങ്ങനെയാണ് അദ്ദേഹം പാണ്ഡവത്ത് കുടുംബത്തിലെ തങ്കമ്മക്കെട്ടിലമ്മയെ പാണിഗ്രഹണം ചെയ്യുന്നത്. സ്വതന്ത്ര കുടുംബമായി അവർക്ക് താമസിക്കുന്നതിനാണ് തറയിൽ കൊട്ടാരം നിർമ്മിച്ചത്. ചെല്ലമ്മക്കെട്ടിലമ്മ. എണ്ണക്കാട്ട് കൊട്ടാരത്തിലെ മൂലം തിരുനാൾ രാമവർമ്മ വലിയ രാജയുടെയും പല്ലന പാണ്ഡവത്ത് കുടുംബത്തിൽ തങ്കമ്മക്കെട്ടിലമ്മയുടെയും മകളായിട്ടാണ് ചെല്ലമ്മക്കെട്ടിലമ്മ പിറന്നത്. അച്ഛൻ തമ്പുരാന്റെ അനന്തരവനാണ് അവരെ വിവാഹം ചെയ്തത്. അത്തരം വിവാഹത്തെ തുടർന്ന് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ബഹുമതിയാണ് കെട്ടിലമ്മ എന്നത്. ആർ ശങ്കരനാരായണൻ തമ്പി. സ്വാതന്ത്ര്യ സമര സേനാനിയായി കോൺഗ്രസിൽ പൊതുപ്രവർത്തനം ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തിയ അനിതര സാധാരണമായ നേതൃപാടവം പ്രദർശിപ്പിച്ച വ്യക്തിയായിരുന്നു ആർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കറായി പ്രവർത്തിച്ചു. രാമവർമ്മ വലിയ രാജയുടെയും തങ്കമ്മക്കെട്ടിലമ്മയുടെയും മകനായി 1911 സെപ്റ്റംബർ 30 ആലപ്പുഴ പല്ലനയിൽ അദ്ദേഹം ജനിച്ചു. PL തങ്കമ്മയെ വിവാഹം കഴിച്ചു. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഹരിജനങ്ങളെ മുൻനിരയിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ആദ്യം ഏർപ്പെട്ടത്. പിന്നെ ഓൾ ട്രാവൻകൂർ യൂത്ത് ലീഗിലും തുടർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിലും പ്രവർത്തിച്ചു. തടവ് ശിക്ഷ പലവട്ടം അനുഭവിച്ചു. കയർ തൊഴിലാളികളുടെ നേതാവായി പ്രവർത്തിച്ചു. 1947 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. ഡോക്ടർ ആർ രാമകൃഷ്ണൻ തമ്പി. അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ ആർ രാമകൃഷ്ണൻ തമ്പി. തിരുവിതാംകൂറിലും കൊച്ചിയിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത് മദ്രാസിൽ നിന്നാണ് അദ്ദേഹം MBBS പാസ്സായത്. അദ്ദേഹം കുറച്ചു കാലം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാത്രമല്ല, നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലും പുലയനാർകോട്ട TB ഹോസ്പിറ്റലിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിൽക്കാലത്ത് ആലപ്പുഴയിലെ കളർകോട് എന്ന സ്ഥലത്ത് തീരെ നിർധനരായവർക്ക് പോലും ആതുര സേവനം ലഭ്യമാക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്ഥാപനം പ്രവർത്തിപ്പിച്ചിരുന്നു. വളരെ തുച്ഛമായ തുക മാത്രമാണ് വൈദ്യസേവനത്തിനായി അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. സ്വന്തം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും സാമാന്യ ജനങ്ങൾക്ക് വൈദ്യസേവനം നൽകിയിരുന്ന അദ്ദേഹം കേവലം ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ മാത്രം സഹായത്തോടെ കുറ്റമറ്റ രീതിയിൽ രോഗനിർണയം നടത്തിയിരുന്നു. ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും ഉണ്ടാകുന്ന താളപ്പിഴകളുടെ സ്പന്ദനം വളരെ കൃത്യമായി കണ്ടുപിടിക്കുന്നതിൽ അദ്ദേഹം പ്രകടിപ്പിച്ച പ്രാഗൽഭ്യം വെല്ലൂർ മെഡിക്കൽ കോളേജിലെ പ്രശസ്തരായ ഡോക്ടർമാർ വരെ പ്രകീർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ESI സർവീസിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് ഒരു അപകടത്തെ തുടർന്ന് ഒരു കാൽ നഷ്ടപ്പെട്ടുവെങ്കിലും തുടർന്നും ഡോക്ടർ എന്ന നിലയിലെ സേവനങ്ങൾ തുടർന്നു. മറ്റു സഹോദരന്മാരെ പോലെ അദ്ദേഹവും സമത്വത്തിലും സാഹോദര്യത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നയിച്ചത്. ഡോക്ടർ രാമകൃഷ്ണൻ തമ്പിയുടെ സഹധർമ്മിണിയാണ് ശ്രീമതി ഡോളിയമ്മ.
ടി കുട്ടിയമ്മ. ശ്രീമതി കുട്ടിയമ്മയെ വിവാഹം ചെയ്തത് പല്ലനയിലെ മറ്റൊരു പ്രശസ്ത തറവാടായ കലവറ എന്ന കുടുംബത്തിലെ ശ്രീ കൃഷ്ണപിള്ളയാണ്. ഇവരുടെ 5 മക്കളിൽ 4ാമത്തെ മകനാണ് പ്രശസ്ത പത്രപ്രവർത്തകനും രാജ്യസഭാംഗവുമായിരുന്ന ശ്രീ കെ മോഹനൻ. ശ്രീമതി കുട്ടിയമ്മ ഗൃഹഭരണത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു വീട്ടമ്മയായിരുന്നു. രാജശേഖരൻ തമ്പി. മൂത്ത സഹോദരൻ ശങ്കരനാരായണൻ തമ്പിയെപ്പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് രാജശേഖരൻ തമ്പിയും. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ജയിൽവാസം അനുഭവിക്കുകയും അതിൻ്റെ ഭാഗമായി അക്കാലത്ത് നിലനിന്നിരുന്ന കൊടിയ മർദ്ദനത്തിനും ക്രൂരമായ പീഡനത്തിനും ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ തുടർന്ന് CPIയിൽ ഉറച്ചു നിൽക്കുകയും അവസാനം വരെ പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു അദ്ദേഹം. ടി സരോജിനിയമ്മ. സരോജിനിയമ്മയെ വിവാഹം ചെയ്തത് രാമൻ പിള്ള എന്നയാളാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് മേലില എന്ന സ്ഥലത്താണ് അവർ സ്ഥിരമായി താമസിച്ചിരുന്നത്. പൊതുരംഗത്തേക്ക് പ്രവേശിക്കാത്ത ഒരു സാധാരണ കുടുംബിനിയായി അവർ ജീവിച്ചു. ടി ഗോമതിയമ്മ. ശങ്കരനാരായണൻ തമ്പിയുടെ സഹധർമ്മിണി PL തങ്കമ്മയുടെ സഹോദരൻ PK ഭാസ്കരൻ നായരാണ് ശ്രീമതി ഗോമതിയമ്മയെ വിവാഹം ചെയ്തത്. എണ്ണക്കാട്ട് രാമവർമ്മ വലിയ തമ്പുരാൻ പണി കഴിപ്പിച്ച തറയിൽ കൊട്ടാരത്തിലായിരുന്നു താമസം. പെൺമക്കളിൽ ആദ്യത്തെ 4 പേർക്കും ചെല്ലമ്മ, കുട്ടിയമ്മ, സരോജിനിയമ്മ, ഗോമതിയമ്മ അന്നത്തെ നാട്ടുനടപ്പനുസരിച്ചായിരുന്നിരിക്കും സാമാന്യ വിദ്യാഭ്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാഹചര്യങ്ങൾ മാറിയതിനാലാകാം ഏറ്റവും ഇളയ 2 പെൺമക്കൾക്കും കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ചു. ടി സുഭദ്രാമ്മ തങ്കച്ചി. സുഭദ്രാമ്മ BA ഡിഗ്രി പാസ്സായ ശേഷം നിയമപഠനം നടത്തുന്നതിനായി തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നു. നിയമബിരുദത്തിൻ്റെ ആദ്യ വർഷം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. സഹപാഠിയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്ന ഭാസ്കര മേനോനുമായി സൗഹൃദത്തിലാവുകയും തുടർന്ന് 1948 അവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ആ ദാമ്പത്യം അധികനാൾ നിലനിന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ അദ്ദേഹം സുഭദ്രാമ്മയെ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയി. ആ വിവാഹത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ഈ സമയത്തെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കെതിരായി നിരന്തരമായി പോലീസ് നടപടികൾ ഊർജിതമായിക്കൊണ്ടിരുന്നു. എണ്ണക്കാട്ട് തറയിൽ കൊട്ടാരത്തിൽ ഇടതടവില്ലാതെ പോലീസ് പരിശോധനകൾ നടക്കുകയും വീട്ടിലുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം പോലീസ് താണ്ഡവം നടക്കുന്നതിനിടെ സ്വന്തം അനുജത്തി രാധമ്മയുടെ കയ്യിൽ ഒരു പോലീസുകാരൻ കയറി പിടിച്ചു. ഇത് കണ്ടുകൊണ്ടുവന്ന സുഭദ്രാമ്മ വടിയെടുത്ത് പോലീസുകാരനെ തല്ലി. തുടർന്ന് ക്രിമിനൽ കേസിൽ പ്രതിയായി 2.5 വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഏതാനും മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞു മോളെ കൂടെ കൊണ്ടുപോകാൻ പോലും അധികാരികൾ സമ്മതിച്ചില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ തന്നെ പ്രശസ്ത പാർട്ടി പ്രവർത്തകനായിരുന്ന സഖാവ് ജോർജ് ചടയമുറിയുമായുള്ള വിവാഹാലോചന കൊണ്ടുവരികയും അച്ഛനമ്മമാരുടെ സമ്മതത്തോടെ വിവാഹം നടത്തുകയും ചെയ്തു. ടി രാധമ്മ തങ്കച്ചി. പെൺമക്കളിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു രാധമ്മ. ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. ട്രേഡ് യൂണിയൻ രംഗത്താണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. വനിതാ കയർത്തൊഴിലാളി സംഘങ്ങളുടെ ക്ഷേമത്തിന് പ്രത്യേകം ശ്രദ്ധ നൽകിയിരുന്നു. AITUCയിലാണ് പ്രവർത്തനം നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ സഖാവ് C ഉണ്ണിരാജയാണ് രാധമ്മയെ വിവാഹം ചെയ്തത്. ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രവർത്തനത്തിന് പുറമെ വനിതാക്ഷേമ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. രാധമ്മയും തിരുനെല്ലൂർ കരുണാകരൻ്റെ സഹധർമ്മിണി ശ്രീമതി ശ്യാമളയും ചേർന്ന് സ്ത്രീകളുടെ ഒരു ചെറുകിട വ്യവസായ യൂണിറ്റ് ആരംഭിച്ച് ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൻ്റെ നേതൃത്വ പ്രവർത്തന മികവ് പൂർണ്ണമായി സമൂഹത്തിന് നൽകാൻ കഴിയാത്ത വിധം അകാലത്തിൽ നിര്യാണമടഞ്ഞത് സമൂഹത്തിനൊരു നഷ്ടമായിരുന്നുവെന്ന് അക്കാലത്ത് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടു. ആർ വേലായുധൻ തമ്പി. തങ്കമ്മക്കെട്ടിലമ്മയുടെയും രാമവർമ്മ വലിയരാജയുടെയും ഏറ്റവും ഇളയ സന്തതിയാണ് വേലായുധൻ തമ്പി.
വേലായുധൻ തമ്പിയുടെ സഹധർമ്മിണിയാണ് ശ്രീമതി സീതാലക്ഷ്മി അമ്മ. സ്കൂൾ ഫൈനൽ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ തന്നെ മൂത്ത സഹോദരങ്ങളും 2 സഹോദരിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായത് വേലായുധൻ തമ്പിയിലും സ്വാധീനം ചെലുത്തിയിരുന്നു. അദ്ദേഹം സ്കൂൾ ഫൈനൽ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധസ്ഥിത വർഗത്തിനോടുള്ള ക്രൂരത അവസാനിപ്പിക്കുന്നതിന് എണ്ണക്കാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിവെച്ച നടപടികൾ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. ഒപ്പം അതിനെതിരായ പോലീസ് നടപടികളും. ഇതിൻ്റെ ഭാഗമായി വേലായുധൻ തമ്പിയെയും പോലീസ് തിരയുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പിടികൊടുക്കാതെ ഒളിച്ചു നടന്നു. ഇസ്പേട് കുട്ടമ്പിള്ള എന്നറിയപ്പെട്ടിരുന്ന ഒരു പോലീസുകാരൻ്റെ മകൻ വേലായുധൻ തമ്പിയുടെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു. അയാൾ പോലീസിൽ ചേർന്ന വിവരം തമ്പിക്കറിയില്ലായിരുന്നു. യാദൃച്ഛികമായി ഇരുവരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. സുഹൃത്ത് ചതിക്കാൻ ഉദ്ദേശിച്ചാണ് അടുത്തുകൂടിയതെന്ന് തമ്പിക്കപ്പോൾ മനസ്സിലായില്ല. പോലീസ് സ്റ്റേഷൻ ഏരിയ സുരക്ഷിതമായി കടത്തിവിടാമെന്ന് വാഗ്ദാനം ചെയ്ത് കൂടെ കൂട്ടിയ സുഹൃത്ത് സ്റ്റേഷന് മുൻപിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനായി മാറി. അറസ്റ്റ് ചെയ്തതായി പ്രഖ്യാപിച്ച് കീഴ്പ്പെടുത്തി. എങ്ങനെയും രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ അയാൾ മരിച്ചു. ജയിലിലായ വേലായുധൻ തമ്പിയെ പോലീസ് ക്രൂരമായി പീഡിപ്പിച്ചു. അദ്ദേഹം മരിച്ചതായി വരെ വാർത്ത പരന്നു. അല്പപ്രാണനായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം കേരള നിയമസഭയിൽ ആദ്യമായി ഭൂരിപക്ഷം നേടി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന ശേഷമാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. തൻ്റെ ജീവിതാവസാനം വരെ CPI പ്രവർത്തകനായി അദ്ദേഹം ഉറച്ചുനിന്നു.